CTET session, Concepts of Child-Centered and Progressive Education. Hello everyone, welcome back to our session. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. Today we are discussing a very vital chapter for CTET, Concepts of Child-Centered and Progressive Education. CTET പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ചൈൽഡ് സെന്റേർഡ് ആൻഡ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. This chapter is crucial because CTET consistently asks 2 to 3 questions from this topic every year. CTET പരീക്ഷയിൽ എല്ലാ വർഷവും ഈ ടോപ്പിക്കിൽ നിന്ന് 2-3 ചോദ്യങ്ങൾ ചോദിക്കാറുള്ളതിനാൽ ഈ അധ്യായം വളരെ നിർണായകമാണ്. Progressive education is a pedagogical movement that values experience over just memorizing facts. വെറും വസ്തുതകൾ മനഃപ്പാഠമാക്കുന്നതിനേക്കാൾ അനുഭവങ്ങളിലൂടെയുള്ള പഠനത്തിന് മുൻഗണന നൽകുന്ന ഒരു ബോധനശാസ്ത്ര രീതിയാണ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ. The heart of this style is learning by doing and hands-on projects. ചെയ്ത് പഠിക്കുക എന്നതും പ്രായോഗികമായ പ്രോജക്റ്റുകളുമാണ് ഈ രീതിയുടെ ആണിക്കല്ല്. In a child-centered classroom, the teacher acts as a guide or facilitator, not just an authoritative figure. ഒരു ചൈൽഡ് സെന്റേർഡ് ക്ലാസ് റൂമിൽ അധ്യാപകൻ ഒരു അധികാരിയായല്ല, മറിച്ച് ഒരു സഹായിയായോ വഴികാട്ടിയായോ ആണ് പ്രവർത്തിക്കുന്നത്. The curriculum should be flexible and based on the psychological needs and interests of the children. കുട്ടികളുടെ മനഃശാസ്ത്രപരമായ ആവശ്യങ്ങളും താല്പര്യങ്ങളും അനുസരിച്ചുള്ള വഴക്കമുള്ള ഒന്നായിരിക്കണം പാഠ്യപദ്ധതി. John Dewey, a major figure in this movement, believed that school is a part of life and not just a place to prepare for life. ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന വക്താവായ ജോൺ ഡ്യൂയി വിശ്വസിച്ചിരുന്നത് സ്കൂൾ എന്നത് ജീവിതത്തിന് വേണ്ടിയുള്ള ഒരുക്കം മാത്രമല്ല, മറിച്ച് അത് ജീവിതത്തിന്റെ തന്നെ ഭാഗമാണെന്നാണ്. Maria Montessori introduced a child-directed approach where children make their own choices in learning. കുട്ടികൾക്ക് പഠനത്തിൽ സ്വന്തം താല്പര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു രീതിയാണ് മരിയ മോണ്ടിസോറി അവതരിപ്പിച്ചത്. Another important part is the RTE Act 2009, which ensures free and compulsory education for children aged 6 to 14. മറ്റൊരു പ്രധാന ഭാഗം 2009 RTE ആക്ട് ആണ്. ഇത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നു. The RTE Act also prohibits physical punishment and mental harassment in schools. സ്കൂളുകളിൽ ശാരീരിക ശിക്ഷയും മാനസിക പീഡനവും RTE ആക്ട് കർശനമായി നിരോധിച്ചിരിക്കുന്നു. Additional points and current trends. In modern pedagogy, there is a strong shift towards National Education Policy (NEP 2020), which aligns with progressive education. ആധുനിക ബോധനശാസ്ത്രത്തിൽ പ്രോഗ്രസീവ് എഡ്യൂക്കേഷനോട് ചേർന്ന് നിൽക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയം NEP 2020 വലിയൊരു മാറ്റം നമുക്ക് കാണാം. Modern classrooms now emphasize critical thinking over rote memorization more than ever before. മുമ്പത്തേക്കാളും ഉപരിയായി ഇന്നത്തെ ക്ലാസ് റൂമുകൾ മനഃപ്പാഠമാക്കുന്നതിനേക്കാൾ ക്രിട്ടിക്കൽ തിങ്കിങ്ങിന് ചിന്താശേഷി വലിയ പ്രാധാന്യം നൽകുന്നു. Inclusive education, where children with diverse needs learn together, is a primary goal of current progressive models. വ്യത്യസ്ത ആവശ്യങ്ങളുള്ള കുട്ടികൾ ഒരുമിച്ച് പഠിക്കുന്ന ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നത് ഇന്നത്തെ പ്രോഗ്രസീവ് മോഡലുകളുടെ പ്രധാന ലക്ഷ്യമാണ്. Digital literacy and integrating technology into learning by doing is the newest trend in child-centered learning. ഡിജിറ്റൽ സാക്ഷരതയും സാങ്കേതിക വിദ്യയും ചെയ്തു പഠിക്കുക എന്ന രീതിയുമായി സംയോജിപ്പിക്കുന്നത് ചൈൽഡ് സെന്റേർഡ് ലേണിംഗിലെ പുതിയ രീതിയാണ്. Exam strategy and question analysis. In CTET, questions from this topic are usually application-based rather than direct theory. 0TET പരീക്ഷയിൽ ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ നേരിട്ടുള്ള സിദ്ധാന്തങ്ങളെക്കാൾ പ്രായോഗിക ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കേണ്ടവയായിരിക്കും. One common type of question asks about the role of a teacher in a progressive classroom. ഒരു പ്രോഗ്രസീവ് ക്ലാസ് റൂമിൽ അധ്യാപകന്റെ പങ്ക് എന്താണെന്നത് ഇവിടുത്തെ സ്ഥിരം ചോദ്യങ്ങളിൽ ഒന്നാണ്. Always remember that the teacher is a facilitator or guide, not an authoritative figure. അധ്യാപകൻ ഒരു അധികാരിയല്ല, മറിച്ച് ഒരു ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ വഴികാട്ടിയാണെന്ന് എപ്പോഴും ഓർക്കുക. You might also see questions regarding John Dewey's concept of learning by doing. ജോൺ ഡ്യൂയിയുടെ ലേണിംഗ് ബൈ ഡൂയിങ് അഥവാ ചെയ്തു പഠിക്കുക എന്ന ആശയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. If a question asks about the best way to handle a classroom, look for options that emphasize student participation and real-life experiences. ക്ലാസ് റൂം കൈകാര്യം ചെയ്യാനുള്ള മികച്ച രീതിയെക്കുറിച്ചാണ് ചോദ്യമെങ്കിൽ കുട്ടികളുടെ പങ്കാളിത്തം, യഥാർത്ഥ ജീവിതാനുഭവങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുക. Another area is the RTE Act 2009, specifically regarding the prohibition of physical punishment. മറ്റൊരു പ്രധാന ഭാഗം 2009 RTE ആക്ട് ആണ്. പ്രത്യേകിച്ച് ശാരീരിക ശിക്ഷകൾ നിരോധിക്കുന്നതിനെ കുറിച്ചുള്ള വശങ്ങൾ. When answering questions about evaluation, choose continuous and comprehensive evaluation (CCE) over traditional exams.
മൂല്യനിർണ്ണയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുമ്പോൾ പരമ്പരാഗത പരീക്ഷകളേക്കാൾ CCE അഥവാ തുടർച്ചയായതും സമഗ്രവുമായ മൂല്യനിർണ്ണയത്തിന് മുൻഗണന നൽകുക. If you find an option that mentions rote learning or textbook only, it is likely the wrong answer in the context of child-centered education. മനഃപ്പാഠമാക്കൽ, റോട്ട് ലേണിംഗ് അല്ലെങ്കിൽ പാഠപുസ്തകം മാത്രം എന്ന് സൂചിപ്പിക്കുന്ന ഓപ്ഷനുകൾ ഈ പാഠഭാഗത്തെ സംബന്ധിച്ചിടത്തോളം തെറ്റായ ഉത്തരങ്ങളായിരിക്കും. Questions often compare traditional education with progressive education, where progressive education views the school as an extension of society. പരമ്പരാഗത വിദ്യാഭ്യാസവും പ്രോഗ്രസീവ് വിദ്യാഭ്യാസവും തമ്മിലുള്ള താരതമ്യം ചോദ്യങ്ങളിൽ വരാറുണ്ട്. അവിടെ പ്രോഗ്രസീവ് വിദ്യാഭ്യാസം സ്കൂളിനെ സമൂഹത്തിന്റെ ഭാഗമായാണ് കാണുന്നത്. Finally, focus on options that promote discovery learning and critical thinking to score high in this section. ചുരുക്കത്തിൽ ഈ സെക്ഷനിൽ കൂടുതൽ മാർക്ക് നേടാനായി ഡിസ്കവറി ലേണിംഗ്, ക്രിട്ടിക്കൽ തിങ്കിംഗ് എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്ന ഉത്തരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. Key learning points for exam preparation. Understanding the historical background of progressive education is essential as it traces back to the works of John Locke, Jean-Jacques Rousseau and Friedrich Froebel. പ്രോഗ്രസീവ് എഡ്യൂക്കേഷന്റെ ചരിത്രപരമായ പശ്ചാത്തലം മനസ്സിലാക്കുന്നത് പ്രധാനമാണ്, കാരണം ഇതിന്റെ വേരുകൾ ജോൺ ലോക്ക്, റൂസോ, ഫ്രെഡറിക് ഫ്രോബൽ എന്നിവരുടെ പ്രവർത്തനങ്ങളിലാണ്. Friedrich Froebel is the one who created the concept of kindergarten based on self-activity and play. സ്വയം പ്രവർത്തിക്കുന്നതിലും കളിയിലുമുള്ള പ്രാധാന്യം മനസ്സിലാക്കി കിൻഡർഗാർട്ടൻ എന്ന ആശയം രൂപപ്പെടുത്തിയത് ഫ്രെഡറിക് ഫ്രോബലാണ്. The curriculum in a child-centered model must be upgraded periodically and based on psychological analysis of the children's needs. ചൈൽഡ് സെന്റേഡ് മോഡലിലെ പാഠ്യപദ്ധതി കൃത്യമായ ഇടവേളകളിൽ പരിഷ്കരിക്കേണ്ടതും കുട്ടികളുടെ ആവശ്യങ്ങളെക്കുറിച്ചുള്ള മനഃശാസ്ത്രപരമായ വിശകലനത്തെ അടിസ്ഥാനമാക്കിയുള്ളതുമായിരിക്കണം. Managing discipline in this system requires the teacher to understand the real reasons behind a child's behavior rather than giving punishments. ഈ രീതിയിൽ അച്ചടക്കം നിലനിർത്തുന്നതിന് കുട്ടികൾക്ക് ശിക്ഷ നൽകുന്നതിന് പകരം അവരുടെ പെരുമാറ്റത്തിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ അധ്യാപകൻ മനസ്സിലാക്കേണ്ടതുണ്ട്. Progressive education can be humanistic, focusing on the child's self-esteem, or constructivist, focusing on how children construct their own understanding of the world. പ്രോഗ്രസീവ് വിദ്യാഭ്യാസം കുട്ടികളുടെ ആത്മാഭിമാനത്തിന് പ്രാധാന്യം നൽകുന്ന ഹ്യൂമനിസ്റ്റിക് രീതിയിലോ അല്ലെങ്കിൽ കുട്ടികൾ ലോകത്തെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കൺസ്ട്രക്റ്റിവിസ്റ്റ് രീതിയിലോ ആകാം. The Midday Meal Scheme, covered by the National Food Security Act 2013, is designed to improve the nutritional status of school-aged children. 2013 നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിന് കീഴിൽ വരുന്ന ഉച്ചഭക്ഷണ പദ്ധതി മിഡ് ഡേ മീൽ സ്കീം സ്കൂൾ കുട്ടികളുടെ പോഷകാഹാര നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. സർവ ശിക്ഷ അഭിയാൻ SSA aims to provide elementary education to all children in the age group of 6 to 14 years and bridge social and gender gaps. 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും പ്രാഥമിക വിദ്യാഭ്യാസം നൽകാനും സാമൂഹികവും ലിംഗപരവുമായ വ്യത്യാസങ്ങൾ ഇല്ലാതാക്കാനും സർവശിക്ഷാ അഭിയാൻ SSA ലക്ഷ്യമിടുന്നു. In 2018, the Government of India integrated 3 schemes, Sarva Shiksha Abhiyan SSA, Rashtriya Madhyamik Shiksha Abhiyan RMSA, and Teacher Education TE into a new program called Samagra Shiksha. 2018 ഭാരത സർക്കാർ സർവ ശിക്ഷ അഭിയാൻ SSA, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ RMSA, ടീച്ചർ എഡ്യൂക്കേഷൻ TE എന്നീ 3 പദ്ധതികളെയും സംയോജിപ്പിച്ച് സമാഗ്ര ശിക്ഷ എന്ന പേരിൽ ഒരു പുതിയ പദ്ധതിയാക്കി മാറ്റി. This is an integrated scheme that brings school education from preschool to class 12 under a single umbrella. ഇതൊരു ഇന്റഗ്രേറ്റഡ് സ്കീമാണ്, അതായത് പ്രീ സ്കൂൾ മുതൽ 12ാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തെ ഇത് ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരുന്നു. It aims to improve the quality of school education and ensure equal learning opportunities for all children. സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും എല്ലാ കുട്ടികൾക്കും തുല്യമായ പഠനാവസരങ്ങൾ ഉറപ്പാക്കുന്നതിനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. The Sarva Shiksha Abhiyan, which started in 2000, has now been subsumed into a broader scheme called Samagra Shiksha. 2000 ആരംഭിച്ച സർവശിക്ഷ അഭിയാൻ ഇപ്പോൾ സമഗ്ര ശിക്ഷ എന്ന വിപുലമായ പദ്ധതിയുടെ ഭാഗമായി മാറിയിരിക്കുകയാണ്. This new scheme integrates elementary, secondary and teacher education to ensure holistic development from preschool to class 12. പ്രീസ്കൂൾ മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ സമഗ്രമായ വികാസം ഉറപ്പാക്കുന്നതിനായി പ്രൈമറി, സെക്കൻഡറി, ടീച്ചർ എഡ്യൂക്കേഷൻ എന്നിവയെ ഈ പുതിയ പദ്ധതി സംയോജിപ്പിക്കുന്നു. Remember, being a teacher is not just about finishing the syllabus, but about nurturing a child's soul. ഓർക്കുക, ഒരു അധ്യാപകനാവുക എന്നത് സിലബസ് തീർക്കുക മാത്രമല്ല, ഒരു കുട്ടിയുടെ ആത്മാവിനെ പരിപോഷിപ്പിക്കുക കൂടിയാണ്. Success in exams is a milestone, but your impact on a child's life is your true achievement. പരീക്ഷയിലെ വിജയം ഒരു നാഴികക്കല്ലാണ്, എന്നാൽ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ നിങ്ങൾ ചെലുത്തുന്ന സ്വാധീനമാണ് നിങ്ങളുടെ യഥാർത്ഥ നേട്ടം. Believe in yourself and your passion for teaching. You have the power to change the world.
നിങ്ങളിലും നിങ്ങളുടെ അധ്യാപനത്തോടുള്ള അഭിനിവേശത്തിലും വിശ്വസിക്കുക. ലോകത്തെ മാറ്റാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട്. കീപ് വർക്കിംഗ് ഹാർഡ്, സ്റ്റേ ഫോക്കസ്ഡ് ആൻഡ് യു വിൽ ഷോർലി ക്ലിയർ CTET വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്. കഠിനാധ്വാനം തുടരുക, ലക്ഷ്യബോധത്തോടെ ഇരിക്കുക. നിങ്ങൾ തീർച്ചയായും CTET മികച്ച മാർക്കോടെ വിജയിക്കും. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻ. നിങ്ങളുടെ തയ്യാറെടുപ്പുകൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു.